പ്രിയപ്പെട്ടവരെ, അതേസമയം നരകത്തിൽ ഖേദകരമായ ഒരവസ്ഥയുണ്ട്. നരകവാസികൾ കൈയിങ്ങനെ കടിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥ ഏതാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നൊരു വിഷയമാണ്. ആ വിഷയം നരകത്തിൽ വെച്ച് പിശാച് നടത്തുന്ന ഒരു ഖുതുബയുണ്ട്, ഒരു പ്രസംഗമുണ്ട്, ഒരു സംസാരമുണ്ട്. ആ സംസാരത്തെക്കുറിച്ചാണ് അല്ലാഹ് പറയാണ്, വഖാല ശൈത്താൻ, ശൈത്താൻ പറയും, ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ, നരകവാസികൾ നരകത്തിലും സ്വർഗവാസികൾ സ്വർഗത്തിലുമായി രണ്ടായി വിഭജിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങൾക്ക് സത്യസന്ധമായ വാഗ്ദാനം നൽകി, വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി, ഞാനിതാ ലംഘിച്ചിരിക്കുകയാണ്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, ഒരു സ്വാധീന ശക്തിയും എനിക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ വിളിക്ക മാത്രമാണ് ചെയ്തത്, തെറ്റുകളിലേക്ക്, പാപത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക്, തന്നിഷ്ടങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുക മാത്രമാണ് ചെയ്തത്. ഫസ്തജബ്തും ലി, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ നിങ്ങൾ വന്നു, സിനിമാ തിയേറ്ററുകളിലേക്ക് വന്നു, വ്യഭിചാര കേന്ദ്രങ്ങളിലേക്ക് വന്നു, ബാറുകളിലേക്ക് വന്നു, ഷിർക്കിന്റെ കൂടാരങ്ങളിലേക്ക് ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെയും എന്റെ പടയാളികളുടെ കൂടെയും നിങ്ങൾ വന്നു. ഫലാ തലൂമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വലൂമു അൻഫുസകും, നിങ്ങളുടെ സ്വന്തത്തെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളുക. കാരണം ഞാൻ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളിൽ അല്ലാഹു എനിക്കൊരു സുൽത്താൻ തന്നിട്ടില്ല, അധികാരവും തന്നിട്ടില്ല. എന്നിട്ട് അവൻ പറയാണ്, മാ അന ബിമുസ്രിഖികും, എനിക്ക് നിങ്ങളെ മോചിപ്പിക്കാനൊന്നും പറ്റൂല, സഹായിക്കാനും പറ്റൂല. വമാ അൻതും ബിമുസ്രിഖി, എന്നെ സഹായിക്കാനും മോചിപ്പിക്കാനും നിങ്ങളെ കൊണ്ടും പറ്റില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ഞാൻ എന്നിൽ നിങ്ങൾ പങ്കുചേർത്തതെല്ലാത്തിനെയും ഞാനിതാ ഇവിടെ വെച്ച് നിഷേധിച്ചു കളയുകയാണ്. ഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം, അക്രമകാരികൾക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതി ഒരു മനുഷ്യന് നന്നാവാൻ. അവിടെ ഈ പിശാച് പറയുന്ന ആ കൈയൊഴിയലുണ്ടല്ലോ, ആ കൈയൊഴിയൽ മാത്രം മതി ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും അള്ളാഹുവിലേക്കുള്ള മഅസിയത്തിലേക്ക് പിശാചിനാൽ ശൈത്താന്മാരാൽ ക്ഷണിക്കപ്പെടുമ്പോ ആ ക്ഷണത്തിന് നേരെ നോ പറയാൻ, ഇല്ല എന്ന് പറയാൻ ഈ ഒരൊറ്റ ആയത്തുകള് മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തെ നന്നാക്കണം, ജീവിതത്തെ ശുദ്ധീകരിക്കണം, അമലുകൾ വർദ്ധിപ്പിക്കണം, പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം, മോക്ഷം നേടേണ്ടതുണ്ട്. പരമമായ മോക്ഷം നരകത്തിൽ നിന്നുള്ള മോക്ഷമാണ്.